Hi, Namaste, welcome back viewers, welcome back to my channel Vintrader. നിഫ്റ്റിയുടെ മോർണിംഗ് മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇന്ന് 18 ഏപ്രിൽ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഡൗണിലേക്ക് ഇറങ്ങിയിരുന്നു. ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങാൻ നോക്കി, പക്ഷേ അതൊരു ഫേക്ക് ഡൗൺ ആയിരുന്നു. സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവിടെ ഒരു ഇൻഫർമേഷൻ, അതായത് ആ സെല്ല് ഒരു കൺഫർമേഷൻ ഇല്ലയെന്ന് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. മാർക്കറ്റ് തിരിച്ച് കയറി ബൈയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ബൈയിലേക്ക് പോയിട്ട് അപ്രോക്സിമേറ്റ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 35 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൽ ഒരു കറക്റ്റ് എൻട്രി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 20-100 കോൾ ഓപ്ഷൻ 169 വന്ന പൊസിഷനാണ്. ഇപ്പോൾ 188 ആണ് നടക്കുന്നത്. ഇപ്പോഴും മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കട്ട് ചെയ്ത് തിരിച്ചും കയറാൻ ശ്രമിക്കുന്നുണ്ട്. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. താഴെ മൂന്നാമത്തെ ടാർഗറ്റ് 213 പെൻഡിങ് ആണ്. അപ്പം റെസിസ്റ്റ് ചെയ്ത ലെവലിൽ കട്ട് ചെയ്തുകൊണ്ട് ഇതുവരെ എടുക്കാത്തവർക്ക് എഗെയിൻ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു അവസരമാണ്. 188.7 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 136 ആണ്. അതിന് ടാർഗറ്റ് 213ക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത സ്ഥിതിക്ക് തിരിച്ച് മാർക്കറ്റ് കയറുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ്, അതായത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചല്ല സെക്കൻഡ് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞ് ഇനിയും മാർക്കറ്റ് തിരിച്ച് കയറുമ്പം നെക്സ്റ്റ് എൻട്രി ലെവൽ എവിടുന്ന് എടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു അതായത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ആവുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് ലൈവിൽ കാണാൻ ചെക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയിൽ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു എന്ന് കാണിച്ചു തരാം മോർണിംഗിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 2 സിഗ്നൽ വന്നിട്ടുണ്ട്. ഇതാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ലൈവ് ചാർട്ട്, ലൈവ് റേറ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പണായി രാവിലെ ഒരു സെൽ സിഗ്നൽ തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഈ ബൈ വന്നത് സമയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മേലിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എൻട്രി എടുക്കേണ്ട വിധം ഇത്രയാണ്. ഇപ്പോൾ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളർ റെഡ് വേണം, താഴെ റെഡ് വേണം. ഫസ്റ്റ് നോക്കേണ്ട താഴത്തെ കൺഫർമേഷൻ ബാറാണ്. ഇപ്പോൾ കൺഫർമേഷൻ ബാർ റെഡിലേക്ക് ആണെങ്കിൽ മാത്രം ക്യാൻഡിൽ കളർ റെഡിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ ലെവൽ മാച്ചിങ് ഇല്ല, ചെറുതായിട്ടൊരു ഡൗൺ ഇഷ്യൂ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ സ്കാൽപ്പിങ്ങിൽ നമ്മുടെ അവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് M1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പോർഷൻ ഡൗണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ബൈ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആ ക്യാൻഡിൽ തന്നെ എടുക്കാം. ആ സേൽസ് സമയത്ത് എൻട്രി പോയിന്റ് ആണ്. അതിൻ്റെ ടാർഗറ്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മേലിലും താഴെയായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കും. ഇതേപോലെ സിഗ്നൽ വന്ന് കൺഫേം ആണെങ്കിൽ മാത്രം എൻട്രി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതോടൊപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഓപ്ഷൻ വെച്ചിട്ട് സിഗ്നൽ വന്ന റേറ്റ് വെച്ചിട്ട് 22,269 ആണ്. നമ്മൾ ബ്രേക്ക്ഔട്ട് പോയിന്റ് പിടിച്ച 100 കോൾ ഓപ്ഷനാണ്. അപ്പോൾ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ സിഗ്നൽ വന്നത് മേളിൽ 169 കൊടുത്തിട്ടുണ്ട്, താഴെ ടാർഗറ്റും. അപ്പം നിഫ്റ്റി അവിടെ ഒരു സെല്ല് കൺഫേം ആകാത്ത സ്ഥിതിക്ക് നമുക്ക് പുട്ടെടുക്കേണ്ട ആവശ്യമില്ല, ആ സിഗ്നൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. സിഗ്നൽ വരികയാണെങ്കിൽ കൺഫർമേഷൻ വന്നിട്ട് കൺഫർമേഷൻ ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ക്യാൻഡിൽ കളറ്, കൺഫർമേഷൻ ബാറ്, പ്രൈസ് ആൻഡ് ബൈസ് എന്നിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അഥവാ റിവേഴ്സ് പോകുന്ന പോയിന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സ്ട്രാ കളർ വെച്ച് കാണിച്ചു തരും. പിന്നെ മാർക്കറ്റ് അപ്പ് ഡൗൺസ് നമുക്ക് ട്രെൻഡ് ലൈൻ വൈസ് നോക്കാം. ഇപ്പോൾ ഗ്യാപ് ഡൗണിൽ ഇറങ്ങുകയാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്കിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. സപ്പോർട്ട് ബ്ലൂ കളർ സ്റ്റാറാണ്, റെഡ് റെസിസ്റ്റ് ചെയ്ത ലെവലാണ്. അതായത് നെക്സ്റ്റ് ഒരു എൻട്രിയിൽ ഇപ്പോൾ കണ്ടിന്യൂഷൻ മാർക്കറ്റാണ്, നെക്സ്റ്റ് എൻട്രി ആണ്. അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റ് ചെയ്ത ലെവലും ട്രെൻഡ് ലൈനും മാച്ചിങ് ആവുന്ന ആ പോർഷൻ, തിരിച്ച് കയറുന്ന പോർഷനിൽ അവിടെ ബ്രേക്ക്ഔട്ട് നടക്കും. ആ ബ്രേക്ക്ഔട്ട് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് കയറും. അവിടെ നമുക്കൊരു നെക്സ്റ്റ് എൻട്രി ലെവൽ നമുക്ക് വരുന്നുണ്ട്.
ഞാനിപ്പോൾ കാണിച്ചത് ഒരു ലൈവ് ട്രേഡാണ്. അതായത് നമുക്ക് 2 ടാർഗറ്റ് നിഫ്റ്റിയുടെ 20 to 100 കോൾ ഓപ്ഷനിൽ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലെവൽ എൻട്രി എവിടെ നിന്ന് എടുക്കണം, അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പേഴ്സും കൊടുക്കണം. അതിൻ്റെ 3ാമത്തെ ടാർഗറ്റ് അടിക്കുന്ന ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്കൊരു എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ലൈവായിട്ട് കാണിച്ചു തരുന്നതാണ്.